എഡിസൺ മെന്റാലിറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എഡിസൺ മെന്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തോമസ് ആൽവ എഡിസൺ അദ്ദേഹത്തോട് തന്നെ പറയാറുണ്ടായിരുന്നൊരു കാര്യമായിരുന്നു, ഐ ഫെയിൽ മൈസെൽഫ് ടു സക്സസ്, വിച്ച് മീൻസ് അദ്ദേഹത്തിൻ്റെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് നെവർ ഗിവ് അപ്പ് മൈൻഡ് സെറ്റാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഒക്കെ ഉള്ളിൽ ഈ നെവർ ഗിവ് അപ്പ് മൈൻഡ് സെറ്റ് ഉണ്ട്, ജന്മനാ ഉണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ നടക്കാൻ പഠിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾ ചെറുതായ സമയത്ത് നിങ്ങൾ നടക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ എത്ര വട്ടം വീണിട്ടുണ്ടാവും അല്ലേ? നമ്മൾ വീഴും എണീക്കും, വീഴും എണീക്കും. ഇതാണ് നമ്മുടെ ഒരു സിസ്റ്റം. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത്, നടക്കാൻ പഠിച്ചത്. എന്നാൽ ജീവിതത്തിൻ്റെ വഴിയിൽ ആരോ പറഞ്ഞു കേട്ടു, എന്ത്, ഫെയിലിയർ ഇസ് എ ടെറിബിൾ തിങ്. അതിനുശേഷം നമ്മൾ എന്ത് വിശ്വസിച്ചു, ഫെയിലിയർ ഇസ് എ ടെറിബിൾ തിങ് അല്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, accept your mistakes as feedback. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് ആയിട്ട് നിങ്ങളുടെ മിസ്റ്റേക്കുകളെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുക. കാരണം മിസ്റ്റേക്കുകൾ ഉണ്ടാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ നിന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഗ്രോ ചെയ്യാനും പറ്റുള്ളൂ. ആൻഡ് ഫെയിലിയർ, മിസ്റ്റേക്സ്, റിജക്ഷൻ, എവറിത്തിങ് ഈസ് പാർട്ട് ഓഫ് സക്സസ്. നിങ്ങളുടെ ലൈഫിൽ അടിക്കടിക്ക് ഫെയിലിയേഴ്സ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കുറേ മിസ്റ്റേക്കുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇറ്റ്സ് ഓക്കെ, ബിക്കോസ് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു വലിയ സക്സസ്, നിങ്ങൾ വിചാരിച്ചതിനും അപ്പുറത്തുള്ള സംതിങ് ബിഗ് ഈസ് കമ്മിങ് എന്ന് വിശ്വസിക്കുക. ആൻഡ് ഈ തോമസ് ആൽവ എഡിസൺ, ഓപ്ര വിൻഫ്രി, വോൾട്ട് ഡിസ്നി, JK റൗളിംഗ്, ഇവരൊക്കെ ഒത്തിരി റിജക്ഷൻസ് കിട്ടിയിട്ടുള്ളവരാണ് അല്ലേ? ഇപ്പം നിങ്ങൾ എൻ്റെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ എന്നും വീഡിയോ ഇടും, സ്റ്റിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിലൊരു 200, 300 ആ ഒരു റേഞ്ചിൽ വ്യൂസ് കിട്ടും. യൂട്യൂബിലാണെങ്കിൽ ഒരു 1K, 2K, ചിലപ്പോൾ വെറും 56 ആൾക്കാരെ കാണുള്ളൂ, ചിലപ്പോൾ 70 ആൾക്കാർ കാണും, അങ്ങനെയൊക്കെ പോകും. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ പറയാറുണ്ട്, നീ മോട്ടിവേഷനൊക്കെ നിർത്തുന്നത്, വേറെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യും, വേറെ എന്തെങ്കിലും ചെയ്യും. പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട്, എന്തെന്നറിയോ, one day I will reach at my point. എൻ്റെ ഗോൾ എന്താണോ അവിടെ ഒരു ദിവസം ഞാൻ എത്തും എന്നുള്ള ഒരൊറ്റ വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇപ്പോഴും ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നും അപ്പം നിർത്തിപ്പോവാൻ, എനിക്ക് എത്രയോ വട്ടം തോന്നിയിട്ടുണ്ട്. പക്ഷെ വീണ്ടും ഞാൻ ചിന്തിക്കും, ഞാനല്ലോ. അതിനാണ് നമ്മൾ ഈ വിഷൻ ബോർഡ്, നമ്മൾ ഡ്രീംസ്, ഈ ഗോൾസ് സെറ്റ് ചെയ്ത് വെക്കണം എന്ന് പറയുന്നത്. ബിക്കോസ് നമ്മൾ ആ ഗോൾസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ഗിവ് അപ്പ് ചെയ്യാൻ തോന്നില്ല. അപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, ഈ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറഞ്ഞാലും, നെവർ ഗിവ് അപ്പ്. ട്രൈ അഗെയിൻ ആൻഡ് അഗെയിൻ. ഒരു ദിവസം നിങ്ങൾ നിങ്ങളുടെ പോയിന്റിലെത്തും. ബിലീവ് ഇൻ ഇറ്റ്. ദാറ്റ്സ് ഇറ്റ്.